നിങ്ങൾ അറിഞ്ഞു കാണും ഒരു വാർത്ത. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് ഷഹീദ് രജെ ബാൻഡർ അബ്ബാസ് എന്ന് പറയുന്ന പോർട്ടിൽ ഹ്യൂജ് സ്ഫോടനമാണ് ഉണ്ടായത്. അപ്പം ആ സ്ഫോടനം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള ഏകദേശ കാര്യങ്ങൾ പുറത്തു വരുന്നത്, ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഇപ്പോഴും തീ അണയ്ക്കാനും ഒന്നും നടന്നിട്ടില്ല. പല ഭാഗവും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. കണ്ടെയ്നർ വെച്ച ഭാഗമാണ് ഇത് സ്ഫോടനം നടന്നിരിക്കുന്നത്. അതല്ലാതെ തന്നെ പല കണ്ടെയ്നറും കൊണ്ടുപോയി മറ്റു പലയിടത്തും കൊണ്ട് അവർ വെച്ചിരുന്നു, വെയർ ഹൗസുകളിലൊക്കെ. അവിടെ സ്ഫോടനം നടന്നു. മൾട്ടിപ്പിൾ സ്ഫോടനമാണ് നടന്നത്. ഇറാനിയൻ ഗവൺമെൻറ്, അവിടുത്തെ പ്രസ് TV പറയുന്ന ഏകദേശം 500ഓളം പേര് സീരിയസ്ലി ഇഞ്ചേർഡായി. അവർ പറയുന്നത് ഏകദേശം 50-60 ഉള്ളൂ. പക്ഷെ ചില പേർഷ്യൻ പത്രങ്ങളും ഇന്റർനാഷണൽ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് 100-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 1000 ടണ്ണിലധികം സോഡിയം പെർക്കോലൈറ്റ്, ഇത് മിസൈൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫ്യൂവലാണ്. ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ലോഡ് ചെയ്തിരുന്നു. അപ്പം അവിടെ പോർട്ടിനടുത്തുള്ള ഷിപ്പ്, അതായത് ചൈനയിൽ നിന്ന് വന്ന സോഡിയം പെർക്കോലൈറ്റ് അൺലോഡ് ചെയ്യുന്ന ഷിപ്പിലും സ്ഫോടനമുണ്ടായി. അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്. അപ്പം അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷനിൽ ഇറാനിയൻ ഗവൺമെൻറ് ഓർഡർ ചെയ്തു. മനസ്സിലാക്കേണ്ടത്, ഇതേ സമയത്ത് ഒമാനിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ട്രംപ് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അതിന് വലിയ റിസൾട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിനെപ്പറ്റി ട്രംപ് എന്താണ് പറഞ്ഞത്, പിന്നീട് അതിനെപ്പറ്റി ഇന്റർനാഷണൽ മീഡിയ ട്രംപിനെ കോട്ട് ചെയ്ത് എന്താണ് പറഞ്ഞത് എന്ന് പിന്നീട് പറയും. ഇതിന് ശേഷം ഈ സ്ഫോടനത്തെ പറ്റി പറയാം. മനസ്സിലാക്കേണ്ടത്, ഈ സോഡിയം പെർക്കോലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ചൈനയിൽ നിന്നും ഷിപ്മെന്റ് ചെയ്യുന്ന, അതായത് ലോഡ് ചെയ്യുന്ന സമയത്ത് ഇന്റർനാഷണൽ മീഡിയയും ഇസ്രായേൽ മീഡിയ, അമേരിക്കൻ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ഇറാനിലോട്ട് പോവാണ്. ഡയറക്റ്റായിട്ട് അമോണിയം പെർക്കോലൈറ്റ് കൊടുക്കുന്നില്ല. കാരണം ഇറാന്റെ മേലിൽ ബാനുണ്ട്, സാങ്ഷൻ ഉണ്ട്. സ്ഫോടക വസ്തുക്കൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. അപ്പം ഡയറക്റ്റ് കൊടുക്കാതെ ചൈന ചെയ്തത് സോഡിയം പെർക്കോലൈറ്റ് കൊടുത്തു. അത് ഇറാനിൽ വന്നത് കൺവേർട്ട് ചെയ്ത് അമോണിയം പെർക്കോലൈറ്റ് ആയിട്ട് അവിടെയുള്ള ഷഹീദ് എന്ന് പറഞ്ഞ പല മിസൈൽസ് ഉണ്ട്, അതിന് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സാധനം. ഇപ്പം കേരളത്തിലുള്ള പല മീഡിയം ഇറാൻ ജയിച്ചു, വാർന്ന് ഇസ്രായേൽ. റിയാലിറ്റി എന്ന് പറയുന്നത്, ഈ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പം അവരുടെ ഈ മിസൈലിൻ്റെ ഫ്യൂവൽ ഉണ്ടാക്കുന്ന പ്ലാന്റുകളിലും അവിടെ ഉണ്ടായിരുന്ന അമോണിയം പെർക്കോലൈറ്റും ഇത് മുഴുവൻ അടിച്ചു ഊരക്കണം. അപ്പം അത് പിന്നീട് ഇറാൻ തന്നെ സമ്മതിച്ചു അവർക്ക് ഈ സാധനം ഇല്ലാതായി. അപ്പോൾ അതായത് അവർക്ക് ഈ സാധനം മിസൈലിനകത്ത് നിറയ്ക്കേണ്ട, ഫ്യൂവലായിട്ട് ഉപയോഗിക്കേണ്ട അമോണിയം പെർക്കോലൈറ്റ് അത് പൂർണ്ണമായിട്ടും നശിച്ചുപോയി. അതിനാണ് അവർ ചൈനയിൽ നിന്നും ഈ സാധനം വാങ്ങാനും ഇതിനെപ്പറ്റി ഇന്റർനാഷണൽ മീഡിയയും ഇസ്രായേൽ മീഡിയയും അമേരിക്കൻ മീഡിയ ഒക്കെ പറഞ്ഞിരുന്നു. ഇനി അടുത്ത ചോദ്യം, ആരായിരിക്കും ഇതിൻ്റെ പിറകിൽ? ഉറപ്പായിട്ട് ഇസ്രായേലാണ് പറയില്ല. കാരണം അവിടെ മാത്രമല്ല, ഈ പറയുന്ന ബാൻഡർ അബ്ബാസ് എന്ന് പറഞ്ഞ പോർട്ടിൽ മാത്രമല്ല സ്ഫോടനം ഉണ്ടായേക്കുന്നത്. ഇതുകൊണ്ട് സൂക്ഷിച്ചു വെച്ച മറ്റ് പലയിടത്തും, അതായത് സോഡിയം പെർക്കോലൈറ്റ് വെയർഹൗസായിട്ട് മറ്റ് ചില പോർട്ടുകളിലും വണ്ടികളിലും, അതായത് കൊണ്ടുപോകുന്ന ഈ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന വണ്ടികളിൽ വരെ സ്ഫോടനം ഉണ്ടായി. ഇതാണ് സംഭവം. റിയാലിറ്റി മനസ്സിലാക്കുക. ഇതിൻ്റെ പുറകിൽ ആരാണ് കളിച്ചത്? ഉറപ്പായിട്ട് ഈ ഇറാന് ഇനി അവിടെ മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനവും ഫ്യൂവലും കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ട് ഇവന്മാരെ തൊലയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാനിത് വായിച്ച് മനസ്സിലാക്കി, അവിടെയുള്ള പെർഷ്യൻ പത്രങ്ങളും ചില മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ പത്രങ്ങളും വ്ളോഗേഴ്സും അവരെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് എന്താണ് സംഭവിച്ചത്. അതായത് ഇസ്രായേൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇസ്രായേലി പ്രധാനമന്ത്രി, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഇറാന് ഏതെങ്കിലും രീതിയിലുള്ള കെമിക്കൽ സാധനങ്ങളും ബോംബുണ്ടാക്കുന്ന സാധനങ്ങളോ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ സാധനം
അവിടെ കൊണ്ടുവരുന്ന ഏത് രീതി ഇസ്രായേൽ തടയും. അതവർ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം ചൈന കൊടുത്തു വിട്ടു, ഈ സാധനം അവിടെ കൊണ്ടുവന്ന് ഈ സാധനം ഇത് ഇറാൻ്റെ ഒരു ഡ്രീം ഉണ്ടല്ലോ, വീണ്ടും ഇത് ഉണ്ടാക്കുക എന്നുള്ള മിസൈൽസ്, ആ സാധനം തീർത്തു കൊടുത്തു. കാരണം ഫ്യൂല് അടിച്ച് കൂടെ കളഞ്ഞു. മനസ്സിലാക്കണം, ഇപ്പം ഇറാൻ്റെ എവിടൊക്കെയാണ് ഇസ്രായേലി രഹസ്യാന്യ, അതായത് അവരുടെ ഓപ്പറേഷൻസ് കയറിയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഫാക്ടറുണ്ട് ബേസിക്കലി, അതായത് ബന്ധപ്പെട്ട് ട്രംപ് ആണെങ്കിൽ ഇസ്രായേൽ പറയാം. കാരണം അമേരിക്ക ഈ പറയുന്ന ഇസ്രായേലുമായിട്ട് നടക്കുന്ന ഇപ്പോഴത്തെ ഒമാനിൽ നടക്കുന്ന മൂന്നാം വട്ട ചർച്ച ഈ കാര്യമായിട്ട് പുരോഗതിയൊന്നും ഉണ്ടാകാൻ പോകുന്നൊന്നുമില്ല. അപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, റീസെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇസ്രായേലിനെ അടിക്കാം, അതായത് ഇറാനെ, അതായത് രണ്ട് രീതിയിലും അത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്, ഇറാനെ അടിക്കുകയോ അടിക്കാതിരിക്കുകയോ. ഇപ്പം ചർച്ചയിൽ ഒരു റെസൊല്യൂഷനോ സൊല്യൂഷനോ ഉണ്ടായില്ല എങ്കിൽ അത് ഇസ്രായേലിൻ്റെ തീരുമാനമാണ്, ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അടിക്കണോ വേണ്ട എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തന്നെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇറാൻ്റെ കയ്യിൽ ആൻറ്റി എയർക്രാഫ്റ്റോ എയർ ഡിഫൻസ് സിസ്റ്റംസ് മുഴുവനും താറുമാറായി. കാരണം ഇസ്രായേൽ 2.5 മണിക്കൂർ ഇറാൻ്റെ മുകളിൽ കയറി എന്ന് ചൊറിഞ്ഞപ്പോൾ ഇനി അത് റിപ്പയർ ചെയ്യാൻ സമയമെടുക്കും. അതുകൊണ്ട് മിസൈൽ ഇല്ലാതായി. അപ്പം അതുകൊണ്ടാണ് ഹൂത്തികൾക്കൊന്നും മിസൈൽ സപ്ലൈ ചെയ്യാൻ ഇവരുടെ സാധനമില്ല. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂവൽ മുഴുവൻ അടിച്ചുപോയി. ഇത് സ്റ്റോറേജ് വളരെ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള സംഭവത്തിൽ വരെയാണ് കയറി ബോംബ് ചെയ്ത്. അത് കേരളത്തിലെ മീഡിയയും ഒക്കെ പറഞ്ഞു, ഇറാൻ ഇസ്രായേലിൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റ് അടിച്ചിട്ടു. ഇന്നെങ്കിലും തിരുത്തി പറയാൻ അവർ തയ്യാറില്ല, പല ഇൻ്റർനാഷണൽ മീഡിയ. കാരണം മുഴുവൻ കള്ളത്തരങ്ങളും കപടതകളും മാത്രമാണ് പറഞ്ഞത്. പിന്നെ അമേരിക്കയുടെ ഒരു ഇതുണ്ട്, ഒരു ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ. അതായത് ഇപ്പം ഞങ്ങൾ കയറി അടിച്ചില്ല, കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷന് യുദ്ധത്തോട് താല്പര്യമില്ല, കാരണം ഒരു രാജ്യവുമായിട്ട്, കാരണം എല്ലാ ചർച്ചകളിൽ കൂടെ പരിഹരിക്കണം എന്നുള്ള തീരുമാനമാണ്. പക്ഷെ ഇസ്രായേലിന് ചെയ്യാൻ, അപ്പം അതിനുവേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ എല്ലാം അമേരിക്ക, കാരണം ഇറാനിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആയുധങ്ങൾ, അതായത് മിസൈലാണെങ്കിലോ റോക്കറ്റോ അവരുടെ ഡ്രോൺസോ ഇസ്രായേലിലോട്ട് പോകുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അടിച്ചിടാൻ അമേരിക്ക, കാരണം അമേരിക്കൻ വാർഷിപ്പുകളെല്ലാം അതിൻ്റെ ചുറ്റുമുണ്ട്, അമേരിക്കൻ ബേസ് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഒരു കാരണവശാലും ഇറാന് പഴയൊരു മിലിറ്ററി കേപ്പബിലിറ്റിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ, അവരുടെ പട്ടാള ഓഫീസേഴ്സിനെ ഓരോന്നായിട്ടങ്ങ് തീർക്കുന്നത്. കാരണം ഇനി ഒരു മിലിഷ്യ ഓർഗനൈസേഷൻ, ഹമാസോ ഹിസ്ബുള്ളയോ ഹൂത്തികളോ, അതിനെ ഒരു കാരണവശാലും ഇറാൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അതിനാ വെപ്പൺസ് കൊടുക്കുന്ന അതിൻ്റെ റോ മെറ്റീരിയൽ പോലും അടിച്ച് ഊരക്കളയുന്നത്. മനസ്സിലാക്കുക, ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ കയറി അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4-5 മണിക്കൂർ കൊണ്ട് ഈ ഇറാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങ് തീർന്നു പോകും. കാരണം അവരുടെ വെപ്പൺസ് ഇല്ല, എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല, എയർക്രാഫ്റ്റ് ഇല്ല, അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകളും അത് മാത്രമൊന്നുമല്ല, ഇതുണ്ടാക്കുന്ന എൻറിച്ച് യുറേനിയം സ്റ്റോറേജ് മാത്രമല്ല, അവരുടെ എല്ലാ സിസ്റ്റത്തെ കയറി അടിക്കും. അവരുടെ പോർട്ടുകളെ കയറി അടിക്കും, അവരുടെ സിറ്റികളെ കയറി അടിക്കും, അവരുടെ സ്ട്രാറ്റജിക് പ്ലേസുകൾ, അവരുടെ മിലിറ്ററിയുടെ പ്രധാനമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പല സംഭവം ഇതിനെ അടിച്ചങ്ങ് നാശമാക്കും. അപ്പം അതിന് തുടക്കമാണ് നമ്മൾ ഈ പോർട്ടിൽ കണ്ട് വലിയ സ്ഫോടനവും ഈ പറയുന്ന അമോണിയം പെർക്കോലൈറ്റ്, അതായത് സോഡിയം പെർക്കോലൈറ്റ്, അത് വെച്ചിരുന്ന കണ്ടെയ്നറും പോയ ലോറികളും ട്രക്കുകളും ഇത് സ്റ്റോറേജ് ഏകദേശം 1000 ടണ്ണിലധികമാണ്. അത് മുഴുവനും തീർത്ത് കൈ കൊടുക്കും. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന പവർ. ഇവിടെ ഇന്ത്യയും കണ്ടുപഠിക്കേണ്ടതുണ്ട്. ബേസിക്കലി ഒരു കാരണവശാലും പാകിസ്ഥാന് കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ ഇന്ത്യ സമ്മതിക്കരുത്. കാരണം എപ്പോഴും നമുക്കൊരു നാശമാണ്. ഇതാണ് പല ആവർത്തി ഞാൻ പറയുന്നത്, ഇസ്രായേലിനെ കണ്ട് നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് ശത്രുവിൻ്റെ വേരാവത്ത് മാറ്റുന്നത്, അത് പൂർണ്ണമായിട്ട് അവനെ സമ്പൂജിനായിട്ട് അങ്ങ് മാറ്റും. ഇവിടെയാണ് ഇന്ത്യയും ഇസ്രായേലുമായിട്ട് ഒരു ധാരണയിലാക്കിയിട്ട് ഈ സാധനം ഇന്ത്യയിലും അഡോപ്റ്റ് ചെയ്യണം, എങ്ങനെ പാകിസ്ഥാനെ തുലയ്ക്കാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഹ്യൂമാനിറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പാകിസ്ഥാൻ ഒരു കാരണവശാലും കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കേണ്ടത്.
സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഇതെല്ലാം നമ്മുടെ തലയിൽ കയറും. അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ്, അതായത് അവരുടെ ബാഡർ അബ്ബാസ് എന്ന് പറഞ്ഞ പോർട്ടിൽ ഏകദേശം 1000 ടണ്ണോളം വരുന്ന സോഡിയം പെർക്കോലൈറ്റ് അടിച്ച് ദൂരെ കളഞ്ഞു. ആ പോർട്ട് അടിച്ച് നാശമാക്കി കളഞ്ഞു. പോർട്ടൊക്കെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് പാകിസ്ഥാൻ ഒരു പാഠം പഠിക്കുന്നത്. നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും, പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അവൻ വളരെ സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്യുകയുള്ളൂ.